ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 45-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 45-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 426 നാമങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 46. 46-ാമത്തെ ശ്ലോകം വായിക്കാം. വിസ്താരസ്ഥാവരസ്ഥാണുഹു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ. ഒന്നുകൂടെ വായിക്കാം. വിസ്താരസ്ഥാവരസ്ഥാണുഹു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ. ഇതിൽ 9 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. വിസ്താരഃ സ്ഥാവരസ്ഥാണുഹു പ്രമാണം ബീജമവ്യയം അർത്ഥഃ അനർത്ഥഃ മഹാകോശഃ മഹാഭോഗഃ മഹാധനഃ. ഒരിക്കൽ കൂടി പറയാം. വിസ്താരഃ സ്ഥാവരസ്ഥാണുഹു പ്രമാണം ബീജമവ്യയം അർത്ഥഃ അനർത്ഥഃ മഹാകോശഃ മഹാഭോഗഃ മഹാധനഃ. ഇതാണ് നാമങ്ങൾ. ഓരോ നാമത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. വിസ്താരസ്ഥാവരസ്ഥാണുഹു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധനഃ. ആദ്യത്തെ നാമം വിസ്താരഃ. വിസ്താരം എന്ന് പറഞ്ഞാൽ നല്ല പരപ്പുള്ളവൻ, പരന്നിരിക്കുന്ന, ഭയങ്കര വിസ്താരമുള്ളവൻ. അപ്പം വ്യാപിച്ചിരിക്കുന്നവൻ, അതായത് നല്ല പരപ്പുള്ളവൻ എന്നർത്ഥം. അതായത് എല്ലാ ലോകങ്ങളും ഭഗവാനിൽ നിന്ന് ദൃശ്യമായി സദാ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, എല്ലാം ഭഗവാനിൽ തന്നെ ലയിക്കുന്നത് കൊണ്ടും. അപ്പോൾ സൃഷ്ടി സമയത്തെല്ലാം ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, കൽപ്പസമയത്ത് അതെല്ലാം ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുന്നു. അതുകൊണ്ട് ഭഗവാൻ വിസ്താരൻ, പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ ഉള്ളിലായി വയ്ക്കുന്നതുകൊണ്ട്. ഭക്തജനങ്ങൾക്ക് കർമ്മഫലം യാതൊരു ലോപവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ അവരവരുടെ കർമ്മഫലങ്ങളെ വീതിച്ചു കൊടുക്കുന്നതിലും കൊടുക്കുന്ന കൊണ്ടും ഭഗവാനെ വിസ്താരൻ എന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പം വിസ്താരക നല്ല പരപ്പുള്ളവനെന്നും കർമ്മഫലത്തെ ഭക്തജനങ്ങൾക്ക് ഒട്ടും കുറയാത്ത വിധത്തിൽ കൊടുക്കുന്നതുകൊണ്ട് വിസ്താരൻ എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം സ്ഥാവരസ്ഥാണുഹു. സ്ഥാവരസ്ഥാണുഹു ഒരർത്ഥം സ്ഥിതിശീലമായവൻ, രണ്ടാമത്തെ അർത്ഥം സ്ഥിതി ചെയ്യുന്നതിൽ അടങ്ങിയവൻ. അപ്പം സർവവ്യാപിയായ മഹാവിഷ്ണു ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ചലിക്കുവാനോ അല്ലെങ്കിൽ ചലിക്കുവാൻ സ്ഥലമില്ല. സ്ഥിരമായ ഭൂമി, വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളും ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് സ്ഥാണു എന്ന്. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് ഭഗവാൻ സ്ഥാവരനും, സ്ഥിരമായ ഭൂമി, വായു, പഞ്ചഭൂതങ്ങൾ ഇതെല്ലാം ഭഗവാനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സ്ഥാണുവും. കൽപ്പാവസാനം വരെ അവയ്ക്ക് ആസ്ഥാനമായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് സ്ഥാവരസ്ഥാണു എന്ന് പേര്. സ്ഥാവരമായി, അതായത് ഒരേ സ്ഥലത്ത് തന്നെ മാറ്റമില്ലാതെ കഴിയുന്ന, ചരിക്കാത്ത, ഇളകാത്ത വൃക്ഷാദികൾ, പർവ്വതങ്ങൾ, പാറകൾ മുതലായവ അണുക്കളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ തന്നെ. അതിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഭഗവാൻ ഏതൊരു വസ്തുവിലും അന്തര്യാമിയായി ഉണ്ടെന്ന് ഈ നാമം കാണിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് സ്ഥാവരസ്ഥാണു. അടുത്ത നാമം പ്രമാണം. പ്രമാണം എന്ന് പറഞ്ഞാൽ തെളിവ്. നമ്മൾ ആധാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ, സ്ഥലത്തിൻ്റെ ആധാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ തെളിവ് കൊടുക്കണ്ടേ? പ്രമാണങ്ങൾ ഉണ്ടാക്കി വയ്ക്കും, എഴുതി വയ്ക്കും. ആധാരം. അതാണ് ഇവിടെ തെളിവ് എന്ന പ്രമാണത്തിന് അർത്ഥം. വിരാട് പുരുഷൻ്റെ ശ്വാസോച്ഛ്വാസങ്ങളാണ് വേദങ്ങളെന്ന് ഉപനിഷത്തുക്കൾ ഘോഷിക്കുന്നു. എല്ലാ അറിവുകളുടെയും ഖനിയാണ് ഭഗവാൻ. അറിവുകളുടെ അടിസ്ഥാനവും അദ്ദേഹം തന്നെ. വേദാന്തകൃത് താൻ തന്നെ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അച്യുതനാണ് ധർമ്മത്തിൻ്റെ പ്രഭു. അതിനാൽ പ്രമാണവും ഭഗവാൻ തന്നെ. പ്രമാണം. അടുത്ത നാമം ബീജമവ്യയം. ബീജമവ്യയം, യാതൊരു മാറ്റവും വരാത്ത വിത്ത്, അത് ഭഗവാനാണ്. സർവഭൂതജാലങ്ങളും വീണ്ടും വീണ്ടും വെളിപ്പെട്ട് സ്ഥിതി ചെയ്ത് എന്നിൽ തന്നെ ലയിക്കുന്നുവെന്ന് സാരം വരുന്ന വാക്യം ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷരാക്ഷരയോഗത്തിൽ പറയുന്നു. ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം.